എസ്രായുടെ നെഹമ്യാവിൻ്റെ നവീകരണം. എസ്രാ നെഹമ്യാവിൻ്റെ കാലം യഹൂദ മതത്തിലെ നവീകരണ കാലമായിരുന്നു. ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള അറിവ് പൊതുജനങ്ങൾക്കുണ്ടാകുവാൻ തുടങ്ങിയത് ഇക്കാലമായിരുന്നു. ന്യായപ്രമാണപ്രകാരം ജീവിക്കുവാനുള്ള ക്ഷേമം ജനങ്ങളിൽ ഉളവാക്കുന്നതിൽ എസ്രയും നെഹമ്യാവും സാരമായ പങ്കു വഹിക്കുകയുണ്ടായി. ന്യായപ്രമാണം പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഇക്കാലത്തെ ജനങ്ങളിൽ താൽപ്പര്യമുണ്ടായി. സുനാഗോഗുകളുടെ എണ്ണം ഗണ്യമായ നിലയിൽ ഇക്കാലത്ത് വർദ്ധിച്ചു. BC 6-ാം ശതകത്തിനു ശേഷം യഹൂദ മതത്തിന് 2 തരത്തിലുള്ള വികാസനം ഉണ്ടായി. ഒന്ന്, ദേശീയ യഹൂദിയിൽ ഒതുങ്ങി നിന്ന മതം ദേശീയ സീമകളെ ലംഘിച്ചു ഒരു അന്തർദേശീയ മതമായി തീർന്നു. 2, ദേശീയത്വവും കേന്ദ്രീയ ആരാധനയും കാരണം യഹൂദന്മാരുടെ ഇടയിൽ ഒരു കുടുംബബോധമാണ് മുമ്പ് നിലനിന്നിരുന്നത്. കൂട്ടുമതമാണ് മുമ്പ് നിന്നിരുന്നത്. എന്നാൽ ഇക്കാലത്തെ വ്യക്തിപരമായ മതബോധവും താൽപ്പര്യവും ശക്തിപ്പെട്ടു. ബാബേൽ പ്രവാസത്തിനു ശേഷമുള്ള പുരധിവാസകാലത്തെ ദേവാലയത്തിൽ യാഗങ്ങളും പുരോഹിത ശുശ്രൂഷകളും തുടർന്നുവെങ്കിലും അവയുടെ പ്രാധാന്യം കുറഞ്ഞു. ബാബിലോൺ, ഈജിപ്ത്, സിറിയ എന്നീ പ്രദേശങ്ങളിൽ ചിതറിപ്പാർത്ത യഹൂദർ അവരുടെ സുന്നഗോഗുകളിലെ സ്ഥാനീയ ആരാധനയ്ക്ക് പ്രാധാന്യം നൽകി. ഗ്രീക്ക് ഭാഷ മാത്രം അറിയാവുന്ന ഈജിപ്തിലെ യഹൂദന്മാരുടെ വേദപഠനത്തിനു വേണ്ടി BC 3-ാം നൂറ്റാണ്ടിന് അവസാനത്തോടുകൂടി എബ്രയ തിരുവെഴുത്തുകൾ ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തു. യെരുശലേമിൽ തന്നെ ദേവാലയത്തിലെ യാഗകർമാദികളെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ഇതിനുവേണ്ടി സുനാഗോഗുകളും മതപഠനശാലകളും തുറക്കപ്പെട്ടു. യാഗകർമാദികളെക്കാൾ സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു. എസ്രാ നെഹമ്യാവിൻ്റെ നവീകരണ കാലത്തിന് ശേഷം യഹൂദമത ചിന്തകളിലും വിശ്വാസത്തിലും താഴെ പറയുന്നവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഊന്നി പറയുന്ന നമുക്ക് കാണാൻ കഴിയും.